നമസ്കാരം. കൊല്ലവർഷം 1202 ആണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരുകയാണ്. 1202 ആണ്ട് വിശാഖം നാളുകാർക്ക് അത്ര അനുകൂലമായിരിക്കുകയില്ല. ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നത് എന്ന് പറയാം. എല്ലാം വിചാരിക്കുന്നത് പോലെ നടക്കണമെന്നില്ല എന്നാണ്. ഒന്നും നടക്കത്തില്ല എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ജോലിയുടെ കാര്യത്തിൽ ചില ചിന്താക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം അനുഭവപ്പെടാം. യാത്രാക്ലേശവും അലച്ചിലുമൊക്കെ വരാം. ശമ്പളക്കുറവ് അനുഭവപ്പെടാം. പ്രയാസങ്ങൾ പലതും തൊഴിൽ രംഗത്ത് ഉണ്ടാകാം. മനസ്സിന് അസ്വസ്ഥതകളും മാനസിക സമ്മർദ്ദങ്ങളും തൊഴിലിടത്തിൽ വന്നേക്കാം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അസ്വസ്ഥതയും പ്രയാസങ്ങളും മറ്റ് പലവിധ ക്ലേശങ്ങളും വരാം. യാത്രാക്ലേശം ഉണ്ടാകാം. നിങ്ങളുടെ സ്വയം തൊഴിൽ മേഖല തന്നെ ഒരുപാട് പ്രതിസന്ധി നേരിടുന്ന സാഹചര്യങ്ങളിൽ എത്താം. ആ ഫീൽഡിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ എഫർട്ട് എടുക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ സുപ്രധാന മാറ്റങ്ങളുടെ കാലഘട്ടമാണ്. ആലോചിച്ച് പ്രവർത്തിച്ചേ മതിയാവൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. കച്ചവടക്കാർ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബിസിനസ് ലാഭകരമായി തന്നെ തുടരുന്നതിന് നന്നായി പഠിച്ചു പരിശ്രമിച്ച് മുമ്പോട്ട് പോകണം. ബിസിനസ് അളവ് കുറഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രദ്ധയോടുകൂടി പ്രവർത്തന രംഗം വിപുലീകരിച്ചാൽ മതി. പുതിയ ബിസിനസ് മേഖലകളിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നന്നായി പഠിച്ചു മനസ്സിലാക്കി ചെയ്യണം. നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും ഉണ്ടാകും. അതൊക്കെ നല്ലതുപോലെ വിലയിരുത്തി മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ മുമ്പോട്ട് പോയാൽ പ്രയോജനമുണ്ടാകും. ഉപരിപഠന കാര്യങ്ങളിലും നേട്ടങ്ങളുണ്ടാകും. മത്സര പരീക്ഷകളിൽ സാമാന്യം നല്ല രീതിയിൽ വിജയം ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. ഇൻ്റർവ്യൂകളിലും നന്നായി ശോഭിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. നല്ലതുപോലെ ശ്രദ്ധിച്ച് ഇറങ്ങിത്തിരിക്കുക. ഔദ്യോഗിക രംഗത്ത് വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ആലോചിച്ച് വേണം. ഉന്നത നിലയിലിരിക്കുന്നവരുടെ തീരുമാനങ്ങൾ വളരെ ശ്രദ്ധിക്കപ്പെടും. ഗോചരവശാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അനുകൂലമല്ലാത്തത് കൊണ്ട് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുക. കലാകായിക രംഗത്തുള്ളവർക്ക് ശ്രദ്ധ വേണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രയോജനമൊന്നും ഉണ്ടായില്ലെന്ന് വരും. നേട്ടങ്ങൾ നീണ്ടു പോയേക്കാം. നന്നായി ശ്രമിക്കുക. വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളും വളരെ ശ്രദ്ധിക്കണം. സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിക്കണം. സൂക്ഷ്മതയോടെ ചെയ്യണം. നിങ്ങൾ വിദേശ പഠനത്തിന് തിരഞ്ഞെടുക്കുന്ന വിഷയം ഏതാണെന്ന് വളരെ ആലോചിച്ച് തന്നെ തീരുമാനിക്കണം. കാരണം നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നത് ആ കാര്യമാണ്. സമയം അത്ര അനുകൂലമല്ലാത്തത് കൊണ്ടാണ് നന്നായി ചിന്തിച്ച് തീരുമാനമെടുക്കാൻ പറയുന്നത്. കുടുംബത്തിൽ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാകാം. അതിനെയൊക്കെ തരണം ചെയ്തു പോകാൻ പറ്റും. മനോധൈര്യം നിലനിർത്തുക. ടെൻഷനുകളൊക്കെ കുറയ്ക്കണം. ആവശ്യമില്ലാത്ത ചിന്തകൾ കുറയ്ക്കുക. ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക. തലവേദന, നാഡീ മർമ്മ സംബന്ധമായ വേദനകൾ, അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം. വളരെ ജാഗ്രതയോടുകൂടി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ മറികടക്കാനായിട്ട് മുമ്പോട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ ജനനത്തീയതി സമയവും അനുസരിച്ച് ഗ്രഹനില കണ്ടെത്തി പരിശോധിച്ച് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ നല്ല വിജയത്തിലേക്ക് എത്താൻ കഴിയും.